ഇത് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നതാണ്, ബ്രഹ്മചര്യം പാടില്ല എന്ന്. ചൈന പോലെയുള്ള രാജ്യങ്ങൾ, റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ ബ്രഹ്മചര്യത്തിന് നിർബന്ധിച്ചു. വല്ലാതെ പോയാൽ ഒരു കുഞ്ഞു മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ. അതിന്റെ ഫലം ഇപ്പൊ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനത് വിശദീകരിക്കണ്ടല്ലോ. ജോലിയുടെ ഇടവേളകളിൽ ഓഫീസിന്റെ അടുത്ത് സംവിധാനം ഉണ്ടാക്കിയിട്ട് സെക്സ് നടത്തി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ചു. എന്നല്ല, സ്ത്രീകൾ ജോലിക്ക് വരണ്ട, വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതാ പ്രയോഗമാണ് ഇപ്പോൾ പാവപ്പെട്ട മുഅ്മിൻ സ്ത്രീകൾക്കെതിരെ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണ യന്ത്രങ്ങളെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കുട്ടികളുടെ സംരക്ഷണം നടത്തുക. എത്ര കുട്ടികൾ കൂടിക്കൂടി വരുന്നു അതനുസരിച്ച് ഗവൺമെന്റ് എല്ലാവിധ സൗജന്യങ്ങളും തന്നുകൊണ്ടിരിക്കും എന്ന് ആശങ്കപ്പെടണ്ടെന്ന്. എന്താ കാര്യം? വൃദ്ധന്മാരുടെ നാടായി ചൈന മാറി, റഷ്യയും മാറി. ഒരു കുഞ്ഞു മതി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് ആൺകുട്ടിയാവാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചു. അതിന് പിന്തുണ നിയമപ്രകാരം ഉണ്ടാവുകയും ചെയ്തു. അവിടെ അബോർഷൻ ചെയ്യൽ നിയമവിരുദ്ധമല്ല, വിധേയമാണ്. പെൺകുട്ടിയാണ് സ്കാനിങ്ങിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനെ ജ്യൂസ് അടിച്ച് കളയും. അങ്ങനെ ആൺകുട്ടികളുടെ മാത്രം നാടായി മാറി.